MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇന്ന് പോകുന്നത് കർമ്മ റോഡിലേക്കാണ് കേട്ടോ. പൊന്നാനി കർമ്മ റോഡിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ 2 വീലർമേണ് പോകുന്നത്. 2 പേരുണ്ട്. അപ്പോൾ ഈ 2 വീലർമേ പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പുറകിലിരുന്ന് അടിപൊളി വിഷ്വൽസ് ആൻഡ് കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാം നമുക്ക്. മറ്റേ കാറിലാവുമ്പോൾ കുറച്ച് പാടാണ്. പിന്നെ അത്രയും അടിപൊളി ക്യാമറയും ഗോപ്രോ ക്യാമറ ഒക്കെ നമുക്ക് വേണം. അതൊന്നുമില്ല, നമ്മളെ മൊബൈലിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കുറ്റിപ്പുറം റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. എടപ്പാൾ കുറ്റിപ്പുറം റൂട്ടാണിത്. ഇവിടുത്തെ റോഡ് പണി അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 70% വർക്ക് ഫുള്ളായിട്ടുണ്ട്. ബാക്കി 30% ആവുന്നേ ഉള്ളൂ. സംഭവം എന്തായാലും അടിപൊളി അട്ടാറായിട്ടുണ്ട് കേട്ടോ റോഡൊക്കെ. ഇതിൻ്റെ എൻജിനീയറിൻ്റെ തല ഉണ്ടല്ലോ, തല സമ്മതിക്കണം. KNRC ഗ്രൂപ്പാണിത് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കുറ്റിപ്പുറം എത്താറായി. ഇവർ റോഡ് കൊണ്ടുപോയിട്ടുള്ളത് അടിപൊളി സ്ട്രൈറ്റ് റോഡാക്കി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഭൂമി എടുത്തിട്ട് അതിനുള്ള ക്യാഷൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടാണ് സ്ഥലമൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ഫണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭൂമി എടുത്തവർക്കൊക്കെ നല്ല പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറ്റിപ്പുറം പാലം എത്തി. ഇതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വരിക കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഈ വളാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകാനുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യുക. കാരണം കുറേ ട്രാഫിക് ജാം വളാഞ്ചേരിത്ത് ഒഴിവാകും ഈ റോഡ് വന്നതോടുകൂടി. പിന്നെ നമ്മുടെ വട്ടപ്പാറയിൽ നിന്നുള്ള പാടത്തിലൂടെ വരുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് ഓടിയ പാലത്തിൻ്റെ അവിടെ വന്ന് കയറുന്നത്. ഇപ്പം കണ്ട ആർച്ച് പോലെ കണ്ടതൊക്കെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഈ റോഡിൽ ഫുള്ള് ക്യാമറ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ബൈക്കുകാരൊക്കെ ഇനി പുതിയ റൂട്ടൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും, വല്ലാത്ത ജാതി. പിന്നെ ഇപ്പം ഉണ്ടല്ലോ നമ്മളാ സീബ്ര ജന്തുവിനെ കണ്ടിട്ടില്ല, ആ മൃഗം, അതേപോലത്തെ ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്തായാലും സംഭവം അടിപൊളി അട്ടാറായിട്ടുണ്ട് കേട്ടോ. ആ ബ്ലാക്കും വൈറ്റും ലൈന് കൊടുത്തിട്ടുള്ളത്. ആംബുലൻസ് ചീറിപ്പാഞ്ഞും പോകുന്നുണ്ട്. നമ്മൾ എപ്പോൾ പൊന്നാനിക്ക് പോകുമ്പോഴും ഇവിടെ ഇറങ്ങി നിസ്കരിക്കാറുണ്ട് കേട്ടോ. അസറിൻ്റെ ടൈമിൽ നമ്മൾ പൊന്നാനി പോകാറുണ്ട്. അപ്പോൾ നമ്മളിത് ഈ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ചാണ് പോകാറുള്ളത്. അങ്ങനെ നമ്മൾ ആ കർമ്മ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡും ടൈൽ പതിച്ച നടപ്പാതയൊക്കെയാണ്. പിന്നെ വഴിയോര കച്ചവടക്കാർ കുറേ ഉണ്ട്. പിന്നെ പൂന്തോട്ടം, വിശ്രമ ഇരിപ്പിടങ്ങൾ, സംഭവം സെറ്റാണ്. പിന്നെ ഒരു പ്രകൃതി രമണീയമായ ടൂറിസം കേന്ദ്രം കേട്ടോ. ഇത് മലപ്പുറത്തിൻ്റെ വെനീസ് എന്ന് പറയപ്പെടും. സഞ്ചാരികളുടെ മനം കവർന്ന് പൊന്നാനി കർമ്മ റോഡാണിത്. അതിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായി. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വിഷ്വൽസ് കാഴ്ചകളൊക്കെ ഒന്ന് മങ്ങും. സംഭവം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ വഴിക്ക് തിരിഞ്ഞു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ടൈം കുറേ വൈകി. ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങിയ കേട്ടോ. ഇവിടെ കുറേ പോത്തുകൾ ഇതൊക്കെ മേയുന്നുണ്ട്. നല്ല വീട്, നല്ല പരിസരം, നല്ല നഗരം, കോപ്പാണ്. നിറച്ച് പ്ലാസ്റ്റിക്കും ഇതാണ് കിടക്കുന്നത്. എല്ലായിടത്തും എഴുതി വെക്കും, ഫൈൻ ഇടും. അത് എന്നാൽ അങ്ങനെ ചെയ്യും ആളുകൾ. അതിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇടും. പോത്ത് അടിപൊളിയായിട്ട് കിടന്ന് കുളിക്കുന്നുണ്ടല്ലോ വെള്ളത്തിൽ. സംഭവം സെറ്റ്. ആ പോത്തിൻ്റെ ഒക്കെ ഒരു സുഖം. വേറൊരു പണിക്കും പോകേണ്ട പണിയില്ലേനും, ഇങ്ങനെ കിടന്നാൽ മതി. വേറെ പോത്ത് ഇവിടെ നിൽക്കുന്നത് അത് നമ്മൾ അല്ലിയാണല്ലോ അല്ലേ. എന്താ അല്ലിയേ, നല്ല കോളിലാണല്ലോ, പൊന്താ. പിന്നെ ആ കാല് പരിസരങ്ങളും കണ്ടില്ലേ, സംഭവം അടിപൊളി. ഇവിടെയൊക്കെ ഫാമിലി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ കുറേ ഫാമിലി ഉണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ വെള്ളത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു രസമാണ്. ഒരു വഞ്ചി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിലൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കാം നമുക്ക്. അയ്യവാ, സംഭവം സൂപ്പർ, സംഭവം ഇറുക്ക്.
ഞങ്ങള് ഞാൻ വർക്ക് 7 മണിക്ക് പെയിൻറ്റിങ് വർക്കിന് പോകുന്ന ആളാണ്. അത് കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. അപ്പോൾ വെറുതെ ബോറടിച്ചപ്പോൾ ഒന്ന് കർമ്മ റോട്ടിലോട്ടൊന്ന് പിടിച്ചാണ് ട്ടാ. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ നല്ല ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾ അവിടുന്ന് ഇതങ്ങനെ തിരിച്ചു പോരുകയാണ്. ഇനി പൊന്നാനി ഹാർബറിലോട്ട് പോകുന്ന റൂട്ടുണ്ടല്ലോ, പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടന്നിട്ട് പൊന്നാനി സെൻറ്ററിൽ നിന്ന് നേരെ വളാഞ്ചേരിക്ക് പിടിക്കാനാണ് പ്ലാന്. വന്ന വഴി റിട്ടേൺ പോകുന്നില്ല കേട്ടോ. സംഭവം ഇവിടെ നല്ല രസമാട്ടോ. ഇവിടെ ഒരു 4 മണിക്ക് ശേഷം ഇവിടെ എത്തിയാൽ മതി. സംഭവം ഇവിടെ വന്നിരിക്കാൻ അടിപൊളി സ്ഥലമാണ്. ഇതൊരു 4 കിലോമീറ്ററോളം 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഹാർബർ വരെ. അത്രയും ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. മലപ്പുറത്തിൻ്റെ രുചികൾ മൊത്തം അവിടെ കിട്ടുട്ടോ. ബോട്ട് ഇത് അവിടെ കിടപ്പുന്നുണ്ട്. അതിന് പല ലൈറ്റുകളിൽ വർണ്ണങ്ങളിൽ കത്തി കിടപ്പുന്നുണ്ട്. അതിനിപ്പോൾ സർവീസ് ഉണ്ടാവില്ല. അന്ന് ആ ദുരന്തം ഉണ്ടായതിൻ്റെ ശേഷം ബോട്ടിന് അതിനൊക്കെ ഒരു സമയം ക്രമീകരിച്ചിട്ടുണ്ട് സർക്കാർ. അങ്ങനത്തെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ആ പാലത്തിൻ്റെ അടുത്ത് എത്താറായി. ഈ പാലം കടന്നാൽ പൊന്നാനി ഹാർബറിലോട്ടും പോകാം, പിന്നെ പൊന്നാനി ടൗണിലോട്ടൊക്കെ പോകട്ടോ. ബീച്ചിക്ക് പോവാം, പൊന്നാനി ബീച്ചിലോട്ടൊക്കെ ഇതിലൂടെ കിടക്കാം. സംഭവം ഈ പാലം സെറ്റാണ്. നല്ല വൈറ്റും പച്ചയും പെയിൻ്റ് അടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കായലിലേക്ക് നോക്കുന്ന വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ജസ്റ്റ് ഒന്ന് പോയപ്പോൾ എടുത്തുന്നുള്ളൂ. എല്ലാവരും ചാനൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് വളരെ കമ്മിയാകുന്നുണ്ട്, വ്യൂ അതിനേറെ കമ്മിയാട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഹൈവേയിൽ കണ്ട ഒരു കാഴ്ച തന്നെ, ഒരു മലമ്പാമ്പ് റോഡ് ക്രോസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ആളുകളൊക്കെ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ ആക്സിഡൻ്റാന്ന് വിചാരിച്ച് നിർത്തി നോക്കിയപ്പോൾ സംഭവം ടോറ് പെരുമ്പാമ്പ്, എൻ്റെ അമ്മോ. അപ്പോൾ ഇതിനെ അവന്മാർ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ തലമ്മക്ക് വടിയായിട്ട് കുത്തി പിടിച്ചിട്ട് അതിനെങ്ങനെയാലും പിടിക്കണം. അപ്പോൾ നമ്മളങ്ങനെ നോക്കി. അപ്പോൾ പുറകിലത്തെ ആൾ വന്നിട്ടുണ്ടാ അങ്ങോട്ട് മാറി നിൽക്കുക, കടിക്കൊന്നാണ് പറയണത്. കണ്ട് എത്രയും ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. സംഭവം ഇവിടെ ഇപ്പോൾ പോലീസ് ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ഹൈവേയിൽ നിൽക്കില്ല. ഹൈവേ അതിനെ പിടിച്ചിട്ട് അവന് ആള് പിടിച്ചൊതുക്കി മക്കളെ. വല്ലാത്ത ജാതി ചങ്ങായി തന്നെയാണ്. കണ്ട ആന നല്ല വെയിറ്റും നീളം ഉണ്ട് കേട്ടോ. കണ്ടില്ല ടോറ് സാധനം. അപ്പോൾ നമ്മൾ അതൊന്ന് വീഡിയോ എടുത്താൽ തന്നെ വരുന്ന വഴിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കോ ചെയ്യുക. വ്യൂസ് വളരെ കുറവാണ്. വ്യൂ ഉണ്ടെങ്കിൽ നമുക്കൊരു ഏണിങ്സ് കിട്ടുള്ളൂ. ഇത് ഇപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഏണിങ്സൊക്കെ പോകുന്നത്. ഈ വീഡിയോ ഒരു 5 GB ഉണ്ട് നമ്മൾ യൂട്യൂബിലേക്ക് ഇടണമെങ്കിൽ. അങ്ങനെ ഓരോ വീഡിയോക്കും 5, 6, 7 GB ആണ് നമുക്ക് ചിലവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഏണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം.